ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട നടൻ ശ്രീനിവാസന് ഹൃദയസ്തംഭനമാണെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ നിന്ന് വ്യക്തമാകുന്നത്. കടുത്ത ശ്വാസതടസ്സവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ശ്രീനിവാസനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ വെന്റിലേറ്റർ സഹായത്തോടെയാണ് അദ്ദേഹം ശ്വസിക്കുന്നതെന്നാണ് എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രി പുറത്തിറക്കിയ ബുള്ളറ്റിനിൽ നിന്ന് വ്യക്തമാകുന്നത്. കാർഡിയോളജി വിഭാഗം വിദഗ്ധരടക്കമുള്ള ഡോക്ടർമാരുടെ സംഘമാണ് ഇപ്പോൾ ശ്രീനിവാസനെ ചികിത്സിക്കുന്നത്. നടൻ ശ്രീനിവാസന് ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും ഉണ്ട്. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന ഒരു സൂചന. ബുധനാഴ്ച രാവിലെ ഡബ്ബിങ്ങിനായി കൊച്ചിയിൽ ലാൽ മീഡിയയിൽ എത്തിയിരുന്നു ശ്രീനിവാസൻ. കടുത്ത ശ്വാസതടസ്സവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആരോഗ്യനിലയിൽ പേടിക്കേണ്ടതൊന്നും ഇല്ല എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന ഒരു സൂചന. ഒരു ദിവസം വെന്റിലേറ്ററിൽ തുടരാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. തക്ഷണം ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചതിനാൽ ജീവൻ രക്ഷിക്കാനായി എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. ബന്ധുക്കളും സിനിമാ മേഖലയിലെ പ്രമുഖരും ആശുപത്രിയിൽ തന്നെയുണ്ട്. 9:46 ശ്രീനിവാസനെ പൾസ് ഇല്ലാത്ത അവസ്ഥയിലും ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലും എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ എത്തിക്കുന്നത്. 2 മണിക്കൂർ കഠിന പരിശ്രമം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു പിടിച്ചത്. കൃത്യസമയത്ത് എത്തിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടി എന്നാണ് ആശുപത്രി അധികൃതർ നൽകിയ സൂചന. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ഉടനെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റുകയായിരുന്നു. കാർഡിയോളജിസ്റ്റ്, അത്യാഹിത വിദഗ്ധൻ, അനസ്തീഷ്യൻ, ഫിസീഷ്യൻ തുടങ്ങിയ ഡോക്ടർമാരുടെ സംഘമാണ് ശ്രീനിവാസനെ പരിചരിച്ചത്. ഉയർന്ന രക്തസമ്മർദ്ദവും കടുത്ത ഹൃദയസ്തംഭനവും സംഭവിച്ചു എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. പലവിധ രോഗങ്ങളുള്ള ആളാണ് ശ്രീനിവാസൻ. രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദ്രോഗം എന്നിവ ശ്രീനിവാസന് നേരത്തെ ഉള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ പക്ഷാഘാതം അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വെന്റിലേറ്ററിലാണ്. രക്തചംക്രമണം സാധാരണ നിലയിലായി എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 48 മണിക്കൂർ വേണം ശ്രീനിവാസൻ പൂർണ്ണമായി തിരിച്ചു വരാൻ എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന സൂചന. ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ പിറന്ന ഞാൻ പ്രകാശൻ തിയേറ്ററിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ ഒരു സിനിമ പിറക്കുന്നത് തന്നെ. ഭഗത് ഫാസിൽ, നിഖിത എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം തിരക്കഥ വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ നടൻ ശ്രീനിവാസൻ കൊയിലാണ്ടി കോടതിയിൽ ഹാജരായിരുന്നു. സത്യചന്ദ്രൻ പൊയിൽക്കാവ് നൽകിയ ഹർജിയിലായിരുന്നു അദ്ദേഹം ഹാജരായിരുന്നത്. അയാൾ കഥ എഴുതുകയാണെന്ന സിനിമയുടെ കഥ തൻ്റേതായിരുന്നുവെന്നായിരുന്നു സത്യചന്ദ്രൻ്റെ വാദം. കേസിൽ സത്യചന്ദ്രൻ്റെ മൊഴി ശ്രീനിവാസനെ കോടതിയിൽ വായിച്ച് കേൾപ്പിച്ചിരുന്നു. കേസ് ഫെബ്രുവരി 2 പിന്നീട് കോടതി മാറ്റിവെക്കുകയായിരുന്നു. മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് പരിഗണിച്ചത്. ഇതൊക്കെ ശ്രീനിവാസനെ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് ഇരയാക്കി എന്നാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ വരുന്നത്. സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസനെ പക്ഷാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്ന വാർത്ത കഴിഞ്ഞ വർഷം ജനുവരിയിലും പ്രചരിച്ചിരുന്നു. എന്നാൽ ബ്ലഡ് ഷുഗർ ലെവലിലുണ്ടായ വേരിയേഷൻ കാരണമാണ് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതെന്നായിരുന്നു അന്ന് മകൻ വിനീത് ശ്രീനിവാസൻ പ്രതികരിച്ചിരുന്നത്. ഇന്നൊരു ദിവസം ഇവിടെ തുടർന്ന് നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ അറിയിച്ചിരുന്നതെന്നും അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് വിനീത് ശ്രീനിവാസൻ അഭ്യർത്ഥിച്ചിരുന്നു. അഭിനയത്തിൽ മാത്രമല്ല തിരക്കഥാരചനയിലും സംവിധാനത്തിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നടനാണ് ശ്രീനിവാസൻ. മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സുകളിലുടനീളം ഇടം നേടിയ ഒരു അതുല്യ നടൻ കൂടിയാണ് അദ്ദേഹം. ഹാസ്യവേഷങ്ങളിലൂടെയാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത്. ശ്രീനിവാസൻ്റെ പാത തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ മകനായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും സിനിമാ രംഗത്തേക്ക് എത്തിയത്. എന്തായാലും ശ്രീനിവാസൻ ആശുപത്രിയിലാണെന്നുള്ള വാർത്ത ആരാധകരെയെല്ലാം സങ്കടത്തിലാഴ്ത്തിയിട്ടുണ്ട്. അദ്ദേഹം പെട്ടെന്ന് സുഖം പ്രാപിക്കണം എന്ന് തന്നെയാണ് ആരാധകരെല്ലാം ഒരുമയോടെ പ്രാർത്ഥിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.